ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റാണ് ഒരുമിച്ചിട്ടുള്ളത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ അതിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് ഈ റൂം ഫുള്ള് വലിച്ചു വാരി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകണം. എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ റെസിഡൻസ് ആയിട്ടാണ് പോണത്. അപ്പോൾ എല്ലാതും നുള്ളി പെറുക്കി എടുത്തിട്ടാണ് പോണത്. അപ്പോൾ 29 ഫ്രൈഡേ മോർണിംഗ് 5 o'clock ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ അന്ന് രാത്രി തന്നെ 12:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഒക്കെ സെറ്റാക്കി. അതുപോലെ തന്നെ മോനെയും മോളെയും കുളിപ്പിച്ച് കൊടുത്ത് അങ്ങനെയാണ് ഉറക്കിയത്. അപ്പോൾ അവർ റെഡിയാണ്. അപ്പോൾ നേരെ ഇങ്ങനെ എടുത്ത് പോയാൽ മതി. ഇന്ന് രാത്രി ഉറങ്ങില്ല. ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ പോകാമെന്നുള്ള പറഞ്ഞിട്ട് ആളിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോയി. പിന്നെ ആളൊക്കെ മറന്നു തോന്നി, എണീക്കുന്നില്ല. പിന്നെ അങ്ങനെ അവളെയും എടുത്ത് ഞങ്ങൾ ഒരു 12:30 ഒക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോൾ നല്ല ടാസ്ക്കാണ്. അത് ചെയ്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാം. എനിക്ക് 2 ആളുണ്ട്. എന്താവോ ഒന്നും അറിയില്ല. നല്ല ടെൻഷനായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. 2 പേരും അതും അവർ ഉറങ്ങുന്ന സമയമാണല്ലോ. ആ ഒരു ടൈമും ഫ്ലൈറ്റ് വരുന്നതും ഒക്കെ നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. വണ്ടിയിൽ കയറിയപ്പോൾ 2 പേരും ഉറങ്ങി. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാനും ഒന്ന് ചെറുതായിട്ട് ഉറങ്ങി. എയർപോർട്ടിലെത്തിയതിന് ശേഷം നമുക്ക് നമ്മളെ ലഗേജ് ഒന്ന് റാപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞ് വീഡിയോസിൽ കംപ്ലീറ്റ് ഞാൻ ഇസ്രാൻ ഐബക്കിനെ കാണിച്ചിട്ടുണ്ട്. അവർ എയർപോർട്ടിൽ എന്നിട്ട് സഹകരിച്ചതൊക്കെ ഞാൻ വിചാരിച്ച പോലെ അല്ല. 2 പേരും നല്ല സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവരെ എടുക്കാൻ പറയുമോയെന്നായിരുന്നു എൻ്റെ ടെൻഷൻ. പക്ഷേ ഫ്ലൈറ്റിലിറങ്ങി അബുദാബി എത്തുന്നത് വരെ ഒരു കുഴപ്പമില്ല. 2 പേരും നല്ലോണം എൻ്റെ സഹകരിച്ചിട്ടുണ്ടായിരുന്നു. ഐബക്കൊന്നും ഇങ്ങനെ ഇരിക്കുന്ന ആളെ എല്ലാ ടാബും ഫോണൊക്കെ വലിച്ചെറിഞ്ഞ് ഓടുന്ന ആളാണ്. പക്ഷേ എന്താണെന്നറിയില്ല, നല്ല മോനായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ലോഞ്ചിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത്. പിന്നെ ഇങ്ങനത്തെ ഒരുപാട് ടോയ്സ്, ടൈനി ആയിട്ടുള്ള ടോയ്സ് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൽ പോയി വെയിറ്റിംഗ് ഏരിയയിലും ഫ്ലൈറ്റിലും ഒക്കെ ഇതാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ട്. ഇവരെ നല്ലപോലെ ഒരു ഭാഗത്തിരുത്താൻ ഹെൽപ്പ് ചെയ്ത മെയിൻ സാധനങ്ങൾ ഇങ്ങനത്തെ ചെറിയ ടോയ്സാണ്. അത് വെച്ചിട്ട് അവർ കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. ലോഞ്ചിലാണെങ്കിൽ ഫുൾ സൈലൻസ് എന്ന അനൗൺസ്മെൻറ്റ് മാത്രം കേൾക്കുന്നിടത്ത് ഇവർ നല്ല ഒച്ചയും ബഹളമായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ലപോലെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല യാത്ര ചെയ്ത് മക്കളൊക്കെ ആയിട്ട് ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് എത്താൻ പറ്റിയിട്ടുണ്ട്. ആദ്യമൊക്കെ ബോർഡിംഗ് ഉണ്ടായിരുന്നത് എല്ലാവരും ഒരുമിച്ചായിരുന്നു. ഇപ്പോൾ സീറ്റ് നമ്പർ വൈസ് ബോർഡിംഗ് ആയ കാരണം നല്ല റഷ് കുറവുണ്ട്. മക്കളൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നല്ല ഒരു ഫ്രീ ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയപ്പോൾ തോന്നി. ആ റഷ് വരുമ്പോഴാണ് നമുക്ക് നല്ല ബുദ്ധിമുട്ട് വരിക. പക്ഷേ ഇപ്രാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് ഫ്ലൈറ്റിൽ കയറാൻ പറ്റി. 2 പേരും നല്ല എക്സൈറ്റ്മെൻറ്റിലായിട്ടാണ് നടക്കുന്നത്. ഫ്ലൈറ്റിൽ കയറാനുള്ള അവരെ ഹാപ്പിനെസ് കാണുമ്പോൾ നമുക്ക് നല്ല എന്താ പറയുക, നല്ലൊരു സന്തോഷം തന്നെ തോന്നിയത്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. വിമാനത്തിന്റെ വാതിൽ അവർ ഫ്ലൈറ്റിൽ കയറി അവരെ കാര്യങ്ങളൊക്കെ അവർ തന്നെ സെറ്റ് ചെയ്തിട്ട് അവരെ ടോയ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് പിന്നെ എല്ലാതും പഠിച്ച് അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിച്ച് വിൻഡോസ് ഓപ്പൺ ആക്കാനും എല്ലാതും അവർ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ എല്ലാതും കൈകാര്യം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് സ്നാക്സും ചോക്ലേറ്റ്സും ഒക്കെ അവർക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അതൊക്കെ വേണം പറഞ്ഞ് വാശി പിടിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സ്നാക്സ് കൊടുത്തിട്ട് പോപ്കോൺ ആയിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അത് കൊടുത്ത് 2 പേരും സെറ്റാക്കിയിട്ട് ഇരുത്തി. ഓക്കെ 2 പേരും ടേക്ക് ഓഫിൻ്റെ സമയത്ത് ചെറുതായിട്ടൊന്ന് പേടിച്ചെന്നല്ലാണ്ട് അവിടെ എത്തുന്ന വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവർ നല്ല ഹാപ്പിനെസ്സിലായിട്ടിരുന്ന് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു 2 ആൾക്കും. എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു ഇവരെ ഫ്ലൈറ്റിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നു. പക്ഷേ അവിടെ എത്തുന്നത് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 2 പേരും നല്ല മക്കളായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. എന്താ എനിക്ക് അറിയുന്നില്ല, ഐബക്കൊന്നും ഇങ്ങനെ ഇരിക്കാത്ത ആൾ തന്നെ ഇരുന്ന്. നമ്മൾ ടാബും ഒക്കെ വെച്ച് കൊടുത്ത് കുറച്ച് നേരമൊക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റിലത്തെ ലൈറ്റൊക്കെ പോയപ്പോൾ അവർ ഉറങ്ങണം പറഞ്ഞ് അങ്ങനെ 2 പേരും ഞാൻ അവിടെ കിടത്തി ഉറക്കിയിട്ടാണ്.
മക്കൾക്ക് വിശന്നാലും ഉറക്കം ശരിയായില്ലെങ്കിലും നല്ല വാശി ഉണ്ടാവുക. പക്ഷേ ഈ 2 കാര്യങ്ങളും എന്താണാവോ നല്ലപോലെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉറങ്ങിയാൽ മതി എന്ന് വാശി പിടിച്ചിട്ട് ഇസ്രാന അങ്ങനെ ഉറങ്ങിയിട്ടുണ്ട്. ഐബക്കിനെ ഞാൻ സീറ്റിൽ കിടത്തിയിട്ട് ഉറക്കുകയും ചെയ്ത്. പിന്നെ ഇസ്ര ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ നല്ലപോലെ എടുത്ത് സീറ്റിൽ തന്നെ കിടത്തി, 2 പേരെയും അഡ്ജസ്റ്റ് ചെയ്ത് കിടത്തിയിട്ട് ഞാനും ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് അവിടുത്തെ 7:50 ലാൻഡിങ് സമയം ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മളൊരു 7:30 ഒക്കെ ആയപ്പോൾ തന്നെ രാവിലെ ലാൻഡ് ചെയ്ത് നേരത്തെ ആയിരുന്നു. അപ്പോൾ ലാൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ ഞാൻ ഇവരെ വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ലാൻഡ് ചെയ്യുന്ന സമയത്ത് വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം തൂങ്ങിയിട്ട് നടക്കില്ല. നമുക്ക് ഹാൻഡ് ലഗേജൊക്കെ ഉള്ള കാരണം മക്കളെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ എണീപ്പിച്ച് അവർക്ക് ആ വ്യൂസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തൊന്ന് സെറ്റാക്കിയിട്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടിലെത്തി. നമ്മൾ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു, ഒരു കുഴപ്പവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ എയർപോർട്ടിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പുറത്തിറങ്ങി ഉപ്പാനെ ലായ്ക്കാനും കണ്ട്. പിന്നെ കൂടെ ഉള്ളത് ഉപ്പാൻ്റെ അനിയൻ്റെ മോളാണ്. അവൾ ചെന്നൈയിൽ നിന്ന് വരികയാണ്. അപ്പോൾ അബുദാബി എയർപോർട്ടിൽ വെച്ച് ഞങ്ങൾ മീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സെയിം ടൈമിലായിരുന്നു ലാൻഡിങ്. അങ്ങനെ മക്കൾ ഇത് ഉപ്പാനെ കണ്ട എക്സൈറ്റ്മെൻറ്റിലും ഹാപ്പിനെസ്സിലും ഒക്കെ ഇരിക്കുകയാണ്. എന്തായാലും അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെ, നല്ലൊരു സന്തോഷം തരുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഞങ്ങൾ കുറച്ച് നേരം എയർപോർട്ടിലൊക്കെ ഇരുന്ന് അവിടുന്ന് നാട്ടിലേക്കൊക്കെ ഒന്ന് വീഡിയോ കോളൊക്കെ ചെയ്ത് പതുക്കെയാണ് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പോയത്. നമ്മൾ റൂം എടുത്തിരിക്കുന്നത് ഷാർജയിലാണ്. ആദ്യം ദുബായിൽ പോയിട്ട് കുച്ചുപ്പാൻ്റെ മോളെ അവിടെ ഇറക്കി കൊടുത്തിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ട്രാവൽ ബ്ലോഗ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇൻഷാല്ല ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് നമ്മൾ ചെറുതായിട്ടൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ബ്രേക്കൊന്നും പറയാൻ പറ്റില്ല, 2-3 വീഡിയോസ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇൻഷാല്ല കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രാവൽ ചെയ്ത ക്ഷീണം നല്ലോണം ഉണ്ട് മക്കളായിട്ട്. അപ്പോൾ ഇനിയും എൻ്റെ ഈ മക്കളെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അതുവരേക്കും ബൈ.